ബ്രൈറ്റൺ, വെസ്റ്റ് ഹാം, ആസ്റ്റൺ വില്ല ഈ 3 ടീംസ് മിഡ് ടേബിൾ ഒരു വൻ കോമ്പറ്റീഷൻ ആയിരിക്കും നടത്തുന്നത്. കാരണം ഒരു സൈനിങ് കൂടി നടത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലബിന് ഭയങ്കര കപ്പ് ഓൾറെഡി എസ് റോമി പ്രാവശ്യം അടിക്കും. 2 കളിപ്പിച്ച് ഞങ്ങൾ ഓക്കെ. സെക്കൻഡ് അവനടുത്ത് പറ സീരിയയിൽ കളിക്കുന്നതാണ് എസ് റോം എന്ന് പറഞ്ഞു കൊടുക്ക്. Good morning, good afternoon, good evening. Welcome to our latest episode of Zero Ball Knowledge. പുതിയ സീസൺ, പുതിയ ടേബിൾ, പുതിയ പ്ലേയേഴ്സ്, പുതിയ ക്ലബ്ബുകൾ, പുതിയ ആൾക്കാർ. അതെ, ആരാണ് ആശിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും? പേര് നീ പറഞ്ഞു, ബാക്കി ഞാൻ പറഞ്ഞോളൂ. എൻ്റെ പേര് നിയാസ്. ഇവൻ്റെ ഇന്റർനാഷണൽ ടീം ഞാൻ ഓരോ വർഷം വെച്ച് പറയാം. 2017 വരെ ഉണ്ടായി, 18 മുങ്ങിപ്പോയി, പിന്നെ 20 കപ്പടിച്ചു, 22 വേൾഡ് കപ്പ് കളിച്ചില്ല, അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പിന്നെ 24 വന്നു വലിയ കാര്യത്തിന്, എന്നിട്ട് റൗണ്ട് ഓഫ് 16 തോക്കുകയും ചെയ്തു. അതാണ് എൻ്റെ ഇന്റർനാഷണൽ ടീമിൻ്റെ ചരിത്രം. ഇറ്റലി ക്ലബ്ബ് നമ്മുടെ ഇന്ത്യ എടുത്താൽ തന്നെ ചിലപ്പോൾ ഒരാളായിരിക്കും ഫാൻ ഉണ്ടാവുള്ളൂ, അത് ഇവനായിരിക്കും. ശിവൻ പറയുന്ന അവന് മറ്റെന്താ ഗ്രൂപ്പ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇവൻ മാത്രമേ ഉള്ളൂ, ഇവനാണ് അഡ്മിൻ, മെമ്പർ, ഇവൻ പ്രസിഡന്റ്. ടീമിന്റെ പേര് നീ തന്നെ പറഞ്ഞു. ഏത് ടീമിനാണ്? ഇന്റർനാഷണൽ ഇപ്പൊ പറഞ്ഞു കൊടുത്ത്, നീ ക്ലബ്ബ് എന്ന് പറഞ്ഞു. എന്റെ ക്ലബ്ബ് എന്ന് പറയുന്നത് എസ് റോമ, യെല്ലോറോസി എന്ന് പറയും, ഇറ്റാലിയൻ. നിനക്കുള്ള ഇൻട്രൊഡക്ഷൻ ഇനി ബാക്കി തരാം. അപ്പൊ ഇനി നമുക്ക് പ്രീമിയർ ലീഗ് ഉണ്ട്, ലാ ലീഗ് ഉണ്ട്, സിരിയ ഉണ്ട്, ബുണ്ടസ് ലീഗ് ഉണ്ട്. 4 മേജർ ലീഗ്സിനെ കുറിച്ചും ഇന്ന് നമ്മൾ പറയാനായിരിക്കും. ലീഗ് കൊണ്ട് പറയണം, കാരണം വലിയ രസമില്ല, അതുകൊണ്ടാണ്. ആർക്കും തോന്നരുത്, ഒഫൻഡഡ് ആവരുത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ദ ബെസ്റ്റ് ലീഗ്, നമ്പർ 1 ലീഗ് തുടങ്ങാം. പ്രീമിയർ ലീഗ്. ഇത്തവണത്തെ പ്രീമിയർ ലീഗിനെ കുറിച്ച് ഗസ്റ്റിന് എന്താണ് അഭിപ്രായം? അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? പ്രീമിയർ ലീഗിനേക്കാൾ ഇപ്പൊ ടോപ്പ് നിൽക്കുന്ന സീരിയ നിൽക്കുന്നത് എവിടേക്ക്? അല്ല, ഒരു കാര്യം ഞാൻ പറയാം. കോമ്പറ്റീറ്റീവ്ലി ഞാൻ അവൻ പറഞ്ഞുകൊണ്ട് ചിലപ്പോ അംഗീകരിക്കും. കാരണം എസി മിലാൻ, ഇന്റർ മിലാൻ, റോമ, നെപ്പോളി ഓക്കെ. പക്ഷേ എടാ പ്രീമിയർ ലീഗില് ആസ്റ്റൺ വില്ല, വെസ്റ്റ് ഹാം ക്ലബിന് എടുത്ത് സിരിയയിൽ അടിച്ച് ചിലപ്പോ ഒരു ലീഗ് അടിക്കും. ക്വാളിറ്റിയുടെ വ്യത്യാസം തോന്നല് മാത്രമേ എനിക്കുള്ളൂ. എന്താ അത് ഇറ്റാലിയൻ ഫുട്ബോൾ നിങ്ങളാരും ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തിട്ടില്ല. ഒറ്റ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആയിട്ട് ഇറ്റാലിയൻ ക്ലബ് ചാമ്പ്യൻസ് ലീഗ് അടിച്ചപ്പോഴാ? അല്ല എപ്പോഴാ പറ. അതിപ്പോ പറയണെങ്കിൽ ഒരു ഇപ്പൊ ലാസ്റ്റ് അടിച്ചേക്കണത് പോയി കോൺഫറൻസ് ലീഗ് എസ് റോം എടുത്തിട്ടുണ്ട്. യൂറോപ്പ് ഉണ്ട്, ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, അതിന്റെ അടി കിടക്കുന്നതാണ് കോൺഫറൻസ് ലീഗ്. അല്ല, അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കുള്ള ഉത്തരം കിട്ടി. അല്ല, അൺഡൗട്ടഡ്ലി കഴിഞ്ഞ സീസൺ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് നമ്പർ 2 ലീഗ് കോമ്പറ്റീറ്റീവ് ക്വാളിറ്റിയിലല്ലേ, കോമ്പറ്റീറ്റീവ്നെസ് അല്ലേ. ക്വാളിറ്റി മീൻസ് കറന്റ് ക്വാളിറ്റി. ഹൗ ക്യാൻ യു കമ്പയർ സിരിയ വിത്ത് പ്രീമിയർ ലീഗ്? പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി, ലാ ലീഗയില് റിയൽ മാഡ്രിഡ്, ഇവരല്ലാണ്ട് വേറെ ഏത് ടീമാണ് കപ്പടിക്കുന്നത്? അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ല, ഇപ്പൊ ആഷിക്ക് ബാഴ്സ എന്ന് പറഞ്ഞെങ്കിലും ഒരു 2-3 കൊല്ലം മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ബാഴ്സ റെയിൽ അറ്റടിക്കുകയും കയറി വരാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രീമിയർ ലീഗ് എടുത്തു കഴിഞ്ഞാൽ ഒരിടക്ക് സിറ്റി, യുണൈറ്റഡ്, ചെൽസി, ഒരിടക്ക് സിറ്റി, ലിവർപൂൾ, അങ്ങനെ മാറി എപ്പോഴും ഇടയിൽ കോമ്പറ്റീഷൻ നൽകാൻ ക്ലബ്ബുകളുണ്ട്. പക്ഷേ സിരിയ എടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം നാളുകളായിട്ട് യുവന്റസ് ടപ്പട്ടപ്പേന്നടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിന് ഇഞ്ചറി വന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ വേറെ ഏതാണ് എസി മിലാൻ അടിച്ച്. ഹാവ് റോമ വൺ എനി കപ്സ്? അല്ല, കോമ്പറ്റീറ്റീവ്നെസ് വെച്ചാന്ന് പറഞ്ഞല്ല. ഈ ലീഗോണില് PSG മാറ്റി കഴിഞ്ഞാല് കോമ്പറ്റീറ്റീവ് അല്ലേ? അല്ലേ? അത് കോമ്പറ്റീറ്റീവാ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതവന്റെ ഫസ്റ്റ് വീഡിയോ നമ്മളെല്ലാരും അവനൊന്ന് കേറി വരട്ടെ പറയട്ടെ. ഇപ്പൊ സീരിയ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ പ്രീമിയർ ലീഗില് ടേബിൾ ലീഗ് ചാമ്പ്യൻസിനെ എപ്പോഴാണ് ഡിസൈഡ് ചെയ്യണത്? ലാസ്റ്റ് ഗെയിം അല്ലെങ്കിൽ ഒരു 2-3 ഗെയിംസ് ബിഫോർ ആയിരിക്കും. ഒരു 4-5 ഗെയിംസ് ബിഫോർ ആയിരിക്കും. ഈ സെയിം സാധനം ലീഗ് കൊണ്ട് പറയണ്ട.
സിരിയയിൽ ഇപ്പൊ നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഇന്റർ മിലാൻ ഒരു 10 കളിക്ക് മുമ്പായിട്ട് ചാമ്പ്യന്മാരായി. നെപ്പോളി അതേപോലെ തന്നെ അതിന് മുമ്പ് ഒരു 10 കളിക്ക് മുമ്പായിട്ട് ചാമ്പ്യന്മാരായി. ഇല്ല, കഴിഞ്ഞ നെപ്പോളി കഴിഞ്ഞാണ് ഇന്റർ മിലാൻ. അല്ല ഇന്റർ അതിന് മുമ്പ് ജയിച്ചത്. അതിന് മുമ്പ് നെപ്പോളി. ഈ ടോപ്പ് 1 മാത്രമല്ല, ഈ UEFA ക്വാളിഫിക്കേഷൻ എനിക്ക് മനസ്സിലായി. അത് അത്ര കോമ്പറ്റീഷൻ വരുന്നത് ഏറ്റവും കൂടുതൽ സീരിയയിലാണ്. ഇല്ല ഞാൻ പറയണല്ലോ, അംഗീകരിച്ചു. എടാ അപ്പോഴും കോമ്പറ്റീഷൻ വരുന്നുണ്ട്, പക്ഷെ പ്രീമിയർ ലീഗിന്റെ അത്രയും ക്വാളിറ്റി ഇല്ല എന്ന് ഉദ്ദേശിച്ചത്. അത്രയും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, കുറച്ചും കൂടി ആൾക്കാർക്ക് എന്റർടൈനിങ് ആയ വാച്ചബിൾ ആയ ഫുട്ബോൾ ഇറ്റാലിയൻ ഫുട്ബോൾ ആണോ പ്രീമിയർ ലീഗ് ഫുട്ബോൾ ആണോ? സിരിയാണ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ആയിരിക്കുള്ളൂ. ഇറ്റാലിയൻ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഉത്തരം. ഇവിടെ എല്ലാത്തിനും നീ തന്നെ ഉത്തരം പറയാനുണ്ട്. ഇവിടെ പ്രീമിയർ ലീഗ് ഓവർ ഹൈപ്ഡ് ആണെന്ന് ആരും പറയണില്ല, പക്ഷേ അപ്പോഴും ശരിയായ പ്രീമിയർ ലീഗിന്റെ അത്ര എത്തണില്ല. എത്ര ഓവർ ഹൈപ്ഡ് ആണെങ്കിലും ഓവർ റേറ്റഡ് ആണെങ്കിലും പ്രീമിയർ ലീഗ് ബ്രോ. ഞാൻ അതിനോട് യോജിക്കില്ല ഒരിക്കലും. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ the best league, the number 1 league, Premier League. ഇത്തവണത്തെ നമുക്ക് ക്ലബ്ബുകൾ ഏകദേശം എല്ലാവർക്കും അറിയാം. സോ പ്രൊമോഷൻ ആയിട്ട് വന്നത് ഇപ്പോ എന്താണ് ഐപ്സ്വിച്ച് ടൗൺ എന്ന് പറഞ്ഞൊരു ടീം വന്നിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ബോൺമൗത്ത് ഉണ്ട്, നോട്ടിംഗ്ഹാം ഉണ്ടായി കഴിഞ്ഞ സീസൺ. സൗത്ത് ആംപ്ടൺ തിരിച്ചു വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ 3 ടീമാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോ മറ്റേ അനങ്ങാണ്ട് സെലിബ്രേഷൻ കാണിച്ച ആളായിരുന്നു ശരിയാ. അത് അനങ്ങാണ്ടൊന്നുമല്ല, അവരുടെ മീസാന്ന് വെച്ചാൽ ഇതല്ലേ ഇംഗ്ലണ്ടിൽ സെലിബ്രേഷൻസ് ഒക്കെ വിറ്റാണ് സത്യം പറഞ്ഞാൽ. വൂൾസിനെതിരെ ഗോൾ അടിച്ചിട്ട് പോയിട്ട് കുറുക്കന്റെ ഓളിവിട്ടാണ്. അപ്പോ അത് വിടാം, നമുക്ക് സീസണിലോട്ട് വരാം. ഡോണ്ട് വേസ്റ്റ് ടൈം. ഇത്തവണത്തെ പ്രീമിയർ ലീഗില് ബെസ്റ്റ് ട്രാൻസ്ഫർ നടത്തിയേക്കുന്ന ടീമായിട്ട് ഏതാ തോന്നുന്നത്? ബെസ്റ്റ് പ്രീമിയർ ലീഗില് പ്രീമിയർ ലീഗിൽ ഏറ്റവും കറക്റ്റ് ട്രാൻസ്ഫർ നടത്തിയേക്കുന്ന ടീം ഏറ്റവും കൂടുതൽ ആർസണൽ ആൻഡ് യുണൈറ്റഡ്. റീസൺസ് കാലിഫ്യൂറി പ്രോബബ്ലി പ്രീമിയർ ലീഗിലെ ബെസ്റ്റ് സൈനിങ് ആയിരിക്കുള്ളൂ. പിന്നെ മൈക്കൽ മെറീനോ, ഒരു മിഡ്ഫീൽഡറിന്റെ കുറവുണ്ടായി. പക്ഷെ അപ്പോഴും ആഴ്സണലിന് ഒരു പീസ് മിസ്സിംഗ് അല്ലേ, സ്ട്രൈക്കർ. കാരണം ഇപ്പോൾ ഫെർഗസൺ പറഞ്ഞൊരു സംഭവമുണ്ട്, അറ്റാക്ക് വിൻസ് യു ചാമ്പ്യൻഷിപ്സ് ബട്ട് ഡിഫൻസ് വിൻ യു ലീഗ്സ്. ഡിഫൻസ് ഓക്കെയാണ്, പക്ഷെ സ്ട്രൈക്ക് ചെയ്ത് ഗോൾ ഇടാൻ ആഴ്സണലിൽ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ ഇല്ല. ഒരു മിസ്സിംഗ് അല്ലേ സിറ്റിയായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ? മിസ്സിംഗ് ആണ്. ഓക്കെ, ജീസസ് അതിൽ മാർട്ടിനെ ലെഫ്റ്റ് അല്ലേ? ലെഫ്റ്റാ. ഗബ്രിയേൽ ജീസസ് മാത്രമേ ഒരു പ്രോപ്പർ ഫോർവേഡ് ഉള്ളൂ. ഫോൾസ് മാൻ ആണ്. പക്ഷേ ഫോർവേഡ് ഇല്ലെന്നല്ല, നല്ലൊരു ഫോർവേഡ്. പിന്നെ അതുപോലെ തന്നെ പക്ഷെ എൻകേറ്റിയ പോകുമെന്ന് പറയാനുണ്ട്. എൻകേറ്റിയെ ബോൺമൗത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നോട്ടിംഗ്ഹാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിറഞ്ഞടക്കുന്നുണ്ട്. ആ ഒരു സ്ട്രൈക്കർ പൊസിഷൻ മാത്രമേ ഉള്ളൂ. യുണൈറ്റഡിന്റെ അവസ്ഥ ഇപ്പൊ നോക്കിയൊന്ന്. യുണൈറ്റഡും അയാക്സ് പ്ലെയർ ആയിരുന്നു. ഡിലൈറ്റ് അയാക്സ് പ്ലെയർ ആയിരുന്നു. ലിസാൻഡ്രോ മാർട്ടിനസ് അയാക്സ് പ്ലെയർ ആയിരുന്നു. മസൂറി അയാക്സ് പ്ലെയർ ആയിരുന്നു. ഗോട്ട് ആന്റണി അയാക്സ് പ്ലെയർ ആയിരുന്നു. എറിക്സൺ അയാക്സ് പ്ലെയർ ആയിരുന്നു. 6 പ്ലെയേഴ്സ് ഇപ്പൊ തന്നെ അത് ഈ കൂടുതലുണ്ട്. അവരുടെ മാനേജറും സോ ഈസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബിക്കമിങ് അയാക്സ് 2.0. ചോദ്യം എന്ന് പറയുന്നത് അയാക്സിനെ പോലെ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഡച്ച് ലീഗ് അല്ല പ്രീമിയർ ലീഗ്. ഡിലൈറ്റിന് പറഞ്ഞു. അപ്പൊ ഒബിയസ്ലി ഇപ്പൊ നമുക്ക് യുണൈറ്റഡിന്റെ ബാക്ക് ഏകദേശം 5 പേരില് 4 പേര് അയാക്സി കളിച്ചവരാണ്. മസൂറി, ഡിലൈറ്റ്, ലിസാൻഡ്രോ മാർട്ടിനസ്, ഒനാന. അപ്പുറത്ത് ലൂക്ക് ഷോ മാത്രമേ ഉള്ളൂ കളിക്കാത്തൊരു പ്ലെയർ. പിന്നെ വേറൊരു സംഭവം ഉണ്ട്. ഡച്ച് പ്ലേയേഴ്സ് എത്ര പേര് വന്നറിയോ? സിറക്സി, മലാസിയ, പിന്നെ എന്താ പറയാ, ഇവൻ ഒരു ഡച്ച് ടീമാക്കി മാറ്റണമെന്ന് നേരെ തോന്നുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി നെതർലൻഡ് ആക്കാൻ നോക്കി പറഞ്ഞു വിട്ട് സാവി വന്നിട്ട് സ്പെയിൻ പിടിച്ച്. അത് പിന്നെ സാവി നമ്മുടെ ആളായിരുന്നു, പക്ഷെ എന്നാലും പുറത്താക്കി.
അപ്പോ ഇപ്പൊ യുണൈറ്റഡ് പറഞ്ഞ ആക്ച്വലി യുണൈറ്റഡ് കുറച്ച് ക്വാളിറ്റി സൈൻസ് നടത്തിയിട്ടുണ്ട് ഈ സീസണില്. ഒരു നല്ല മിഡ്ഫീൽഡറിനെ കൂടി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡി ജോങ് കൂടി വന്നു കഴിഞ്ഞാൽ എന്തോരം നാളായിട്ട് സൈൻ ചെയ്ത് സാലറിയുടെ ലാലിഗിലെ ഹയസ്റ്റ് പ്ലെയർ 37 മില്യൺ ഡിയോങ്ങാണ്. എംബാപ്പെ തേടുന്നോണ് കാട്ടോണെങ്കിലും, പക്ഷെ സാലറി അങ്ങനെയാണ്. അത് കണ്ടില്ല, 90 മില്യണ് എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ. ഞാൻ ഉണ്ടായിരുന്നു. അത്ലറ്റിക്കോ 90 മില്യന് സ്പൈഡർമാൻ, അൽവാരസ് 90 മില്യൺ. ബാക്കി 3 പേര് അവര് റയല്. ബാർസലോണ കണ്ടായിരുന്നു. പ്രീമിയർ ലീഗ് അപ്പൊ പറ ടോപ്പ് എത്ര വേണോ? 4 വേണോ? ഇല്ല, നമുക്ക് ട്രാൻസ്ഫർ റൂൾസിനെ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്ത് പോവാ. ഈ പറഞ്ഞ പോലെ ഇപ്പോ യുണൈറ്റഡ് പറഞ്ഞു, ആഴ്സണൽ പറഞ്ഞു. യുണൈറ്റഡ് ക്വാളിറ്റി സൈനിങ്സ് നടത്തിയിട്ടുണ്ട്. നിയോറോ ഒക്കെ നല്ല സൈനിങ്സ് ആണ്. ഒരു മിഡ്ഫീൽഡർ ഈ പറഞ്ഞ പോലെ മാർട്ടിനും കാട്ടിനും നോക്കുന്നുണ്ട്. വന്ന നല്ലതായിരിക്കും. ചാമ്പ്യൻസിലോട്ട് പോവാ. സിറ്റിയുടെ ജെയിംസ് സ്റ്റോൺ ഒരു വിറ്റ് അൽവാരസാണ്. അതൊരു മേജർ മിസ്സിംഗ് അല്ലേ ക്ലബിന്? മേജർ മിസ്സിംഗ് പ്ലേ ടൈം ഉള്ളതുണ്ട്. പുള്ളിയുടേതായ രീതിയിൽ കരിയർ വേറൊരു ടീമിൽ പോയി കളിച്ചിട്ട് കാര്യം. പക്ഷേ എപ്പോഴൊക്കെ സിറ്റിക്ക് ആവശ്യം വന്നിട്ടുണ്ട് അപ്പൊക്കെ ആൽബർട്സ് പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ഇല്ല. പിന്നെ വേറെ സൈനിങ്സ് നടത്തിയിട്ടില്ല ഈ സീസണിൽ. പെർഫോം ചെയ്തിട്ടുണ്ട്, അത് ഓക്കെ. ബട്ട് കളിക്കാൻ കിട്ടുന്ന ടൈം കിട്ടിയിട്ടില്ലല്ലോ. മിനിമം ഭയങ്കര മിനിമം സ്റ്റാർട്ടർ ആയിട്ടില്ല. കാരണം ഒബിയസ്ലി ഹാളഞ്ച് ഉണ്ട്. ഹാളഞ്ച് എങ്ങനെ എടുത്ത് മാറ്റാനാണ്? പറ്റില്ല. അതുകൊണ്ട് ആൽവാരസിന് വേറെ ഓപ്ഷൻ ഇല്ല. സോ അതുകൊണ്ട് മാറി. പിന്നെ വന്നിരിക്കുന്നത് മറ്റേ സാൽവിനോ എന്നും പറഞ്ഞ ജിറോണയുടെ ഫോർവേഡ് അത്യാവശ്യം നല്ലൊരു വിങ്ങറാണ്. പിന്നെ ഈ സീസണിൽ കാണാമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസൺ ഡോക്കു ഒന്ന് സെറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ഈ സീസൺ അപ്പോൾ ഡോക്കുവിന് ഒന്നും കൂടി ഒന്ന് ഫ്ലെയർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സവീനിയോ ആണെങ്കിലും പയ്യെ ഈ സീസൺ സിറ്റി നോക്കണമെങ്കിൽ ഫോർഡൻ ഒന്നും കൂടി ഒന്ന് ഇതാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡിബ്രോയിന് ഇഞ്ചറി ഇല്ലെങ്കിൽ പറയണ്ട. ഇഞ്ചറി വന്നാലാണ് ഡിബ്രോയിന് പ്രശ്നമാണ്. ഇഞ്ചറി പ്രതീക്ഷിക്കാം. പക്ഷെ അതിനു വേണ്ടി ബാക്കപ്പ് എന്നുള്ള രീതിയിലാണ് മറ്റേ വോൾസിൽ ആരാണ് മത്യാസ് ന്യൂനസ് പക്വേറ്റിനെ കുറെ നോക്കി, പക്ഷെ വെസ്റ്റ് ഹാം കൊടുക്കണില്ല. മാഞ്ചസ്റ്റർ സിറ്റി ലൂക്കസ് പക്വേറ്റിനെ നോക്കുന്നുണ്ടായി, പക്ഷെ വെസ്റ്റ് ഹാം എന്തൊക്കെ ചെയ്തിട്ടും കൊടുക്കുന്നുണ്ടായില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായി. പിന്നെ ഈ പറയാനാണെങ്കിൽ ഗോഡിയോള് കഴിഞ്ഞ സീസൺ ലാസ്റ്റ് ആയപ്പോഴൊന്ന് കയറി വന്ന അത് അല്ലെങ്കിലും സിറ്റിയിൽ ഫസ്റ്റ് ഈ റയൽ മാഡ്രിഡിൽ പോലെ ഓരോ പ്ലെയർ വന്നാലും ഫസ്റ്റ് ഇയർ പെർഫോം ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഈ സീസണിൽ അങ്ങനെ നോക്കാം. പിന്നെ ക്യാൻസൽ സിറ്റി സ്കോഡിലുണ്ട്. ആർക്കും അറിയാത്തൊരു കേസാണ് സംഭവം. ഗോഡിയോള് ഇട്ട് പൊട്ടിപ്പൊളിഞ്ഞ് ബാഴ്സയിൽ പോയി ബാഴ്സനെ പൊക്കി പിടിച്ച് ഗോഡിയോളിനെ താഴ്ത്തിയിട്ടാണ്. പക്ഷെ ഇപ്പൊ ഒരു ക്ലബ് എടുക്കാണ്ട് സിറ്റിയിൽ പോയി നിൽക്കണുണ്ട്. കളിപ്പിക്കുകയാണെന്ന കേസ് ഉറപ്പായിരിക്കും. പിന്നെ അത്രക്കും ഗതികേട് ഗോഡിയോകൾക്ക് വന്നെ. പക്ഷെ ഗോഡിയോളുടെ സ്വഭാവം വെച്ച് ഇപ്പോ ആ ഒരു പൊസിഷനിൽ ആളില്ലെങ്കിൽ ചിലപ്പോൾ ബെർണാർഡോ സിൽവനെ പിടിച്ച് ആ വിങ് കളിപ്പിക്കും. ഇപ്പൊ മറ്റേ പയ്യനുണ്ടല്ലോ ബോബ് ലൂയിസ്. ബോബുണ്ട്. അല്ല വേറെ ലെഫ്റ്റ് ബാക്ക് കളിക്കുന്ന ഒരുത്തനുണ്ട്, ഒരു പയ്യൻ. എനിവേ അപ്പോ സിറ്റി, ആഴ്സണൽ, യുണൈറ്റഡ് ഇനി നാലാമത്തെ ഒരു ടീമായിട്ട് ഏതാ പറയണ്ടേ? ചെൽസി ഡെയിലി പുതിയ സൈനിങ്സ് എടുത്തല്ലേ ഉള്ളൂ. അതിപ്പോ പണ്ടായാലും എപ്പോഴായാലും പെർഫോമൻസ് എന്ന് പറയുന്നത് അതെ സൈനിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കളക്ക സൈനിങ് നടത്തിയേക്കണം പെട്രോനെറ്റോ. ഓക്കെ, നെറ്റ് ഒരു കളക്ക സൈനിങ് ആണ്, പക്ഷെ യൂട്ടിലൈസ് ചെയ്താൽ മതി. പാൽമർ കഴിഞ്ഞ വർഷം സൈൻ ചെയ്തെടുത്തത്. കോൾ പാൽമറിനെ ശ്രദ്ധിക്കും, ഇനി ഫോക്കസ് ചെയ്യും. ആ ഒരു സംഭവം കഴിഞ്ഞ സീസൺ ആർക്കും അറിഞ്ഞൂടായിരുന്നു. ഈ സീസൺ ഇപ്പൊ എല്ലാവർക്കും ഏകദേശം അറിയാം. ഇപ്പൊ ചെൽസി എടുത്തതിന് മെയിൻ ഒരു ക്ലബ് ഉണ്ട്. ഒന്നും കൂടി ഒരു ഫോർവേഡ് ലൈൻ ഇപ്പൊ സ്റ്റാക്ഡ് ആണ് ചെൽസിയുടെ. പക്ഷെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് മോർസി പോച്ചിറ്റീനോ ടീം സെറ്റ് ആയി കൊണ്ടുവന്നപ്പോൾ പുള്ളി പോയത്. അപ്പൊ പുതിയ കോച്ചിനെ എങ്ങനെ കണ്ടറിയണം. ഇപ്പോ കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാ, അവരുടെ സ്കോഡ് റിവ്യൂവിന്റെ അടുത്ത് 7 GK 7 ഗോൾ മൊത്തം. ചെൽസിയുടെ മറ്റേ സ്കോഡിന്റെ ബസ് നല്ല. പക്ഷെ നമ്മിപ്പോ ഇത്രയും ക്ലബ് പറഞ്ഞില്ലേ, യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബ്സ് എന്താ പറയാ പ്രീമിയർ ലീഗ് കണ്ടന്റേഴ്സ് ആണ് അവരെപ്പോഴും. ഒരു സൈനിങ് കൂടി നടത്തിയിട്ടില്ല ഈ സീസണിൽ. ലിവർപൂൾ യുവിൽ നെവർ വാക്ക ലോണെന്നാണ്, പക്ഷെ ഇത്തവണ ലോണാണ്. സലയുടെ ലാസ്റ്റ് സീസണാണ്, വാൻഡൈക്കിന്റെ ലാസ്റ്റ് സീസണാണ്, അർണോൾഡിന്റെ ലാസ്റ്റ് സീസണാണ്. ഇവരാരും കോൺട്രാക്ട് പുതുക്കിയിട്ടില്ല, പുതിയ സൈനിങ്സ് വന്നിട്ടില്ല. സുബിമെന്റിക്ക് ഇത് വെച്ച് സുബിമെന്റി റിജക്ട് ചെയ്ത്, പിന്നെ പുതിയ കോച്ച്, പുതിയ ടാക്ടിക്സ്.
സോ ഓബിയസ്ലി പ്രീമിയർ ലീഗിലോട്ട് വരുമ്പോൾ ആ ഒരു പ്രഷർ ലിവർപൂൾ ഈ സീസൺ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല, അൺപ്രഡിക്റ്റബിൾ ആണ്. മേ ബി ലിവർപൂള് കപ്പിന് കോമ്പീറ്റ് ചെയ്യാൻ ചാൻസ് Chance എനിക്ക് ഇല്ല. വളരെ കാരണം കുറവായിട്ടാണ് തോന്നുന്നത്. കോച്ച് വന്നു കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായി റീബിൽഡ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും നോക്കണത്. കാരണം ഒരിക്കലും ഇപ്പൊ സൈനിങ് ഒന്നും എടുക്കാത്തത്. ഇപ്പൊ നമ്മൾ മേജർ ആയിട്ടുള്ള മെയിൻ ടീംസ് എല്ലാം പറഞ്ഞു 3 അണ്ടർ റേറ്റഡ് ടീംസ് ഉണ്ട്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ 3 ടീം അതായിരിക്കും. ഒന്ന് ബ്രൈറ്റൺ അല്ല, ബ്രൈറ്റൺ നല്ലതാ, പക്ഷെ എന്റെ ഇതിൽ ബ്രൈറ്റൺ ആയിരുന്നു. ന്യൂകാസിൽ ന്യൂകാസിലും ഉണ്ടായില്ല. വെസ്റ്റ് ഹാം, ആസ്റ്റൺ വില്ല, ടോട്ടൻഹാം. ടോട്ടൻഹാം സൊലാങ്കിനെ സൈൻ ചെയ്തിട്ടുണ്ട്. ടോട്ടനാം പക്ഷേ ടോട്ടനാം ഇമ്പാക്ട് ഉണ്ടാക്കണ്ട എല്ലാ സീസണിലും, പക്ഷെ ഗുണമൊന്നും ഇല്ലെന്നുള്ളൂ. കീസയുടെ ട്രാൻസ്ഫർ എന്തായാലും ഫെഡറിക്കീസയുടെ അങ്ങനെ നിക്കണേണ്, പോസായിട്ട് നിക്കണേണ്. അത് നമുക്ക് സീരിയലോട്ട് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയാം. സോ നീട്ടിക്കൊണ്ട് വേണ്ട, നീ ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാ ഞാൻ പറഞ്ഞത്. നമുക്ക് ടേബിളിന്റെ പ്രൊഡിക്ഷൻ ആണ് പറഞ്ഞത്. ഇപ്പൊ പ്രീമിയർ ലീഗ് ടേബിൾ പ്രൊഡിക്ഷൻ ഒരു ടോപ്പ് 5 പ്രൊഡിക്റ്റ് ചെയ്യാം. ടോപ്പ് 4 വരെ 5 ആണോ? ടോപ്പ് 6 ഇട്ടോ, കാരണം പ്രീമിയർ ലീഗ് അല്ലേ. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ പ്രീമിയർ ലീഗ് ടോപ്പ് 6 ആഴ്സണൽ കപ്പടിക്കണേണ്. ആഴ്സണൽ ഈസ് വിന്നിംഗ് ദ പ്രീമിയർ ലീഗ് അറ്റ് ലാസ്റ്റ്. സിറ്റി സെക്കൻഡ് ആവും, യുണൈറ്റഡ് തേർഡ് ആവും, ആസ്റ്റൺ വില്ല 4th ഫിനിഷ് ചെയ്യും, ലിവർപൂള് 5th, വെസ്റ്റ് ഹാം 6th. ദിസ് ഈസ് മൈ പ്രീമിയർ ലീഗ് പ്രഡിക്ഷൻ. ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് മാർട്ടിൻ ഓയിഡ്ഗാർഡ്, ടോപ്പ് സ്കോറർ എർലിംഗ് ഹാലൻഡ്. ഓക്കെ, നീ ഇവിടെ ചെയ്തോ? ഞാൻ പറയാ ഇപ്രാവശ്യം സിറ്റി തന്നെ അടിക്കോളൂ. അത് ശരിയാ. ആർസണൽ സെക്കൻഡ്, പിന്നെ പറയാ ടോട്ടൻഹാം തേർഡ്, 4th യുണൈറ്റഡ്, 6th ഉണ്ടല്ലേ ലിവർപൂൾ. ഞാൻ പറയാനുള്ള ലിവർപൂള് 5th ന്യൂകാസില്, യുണൈറ്റഡ് പറഞ്ഞില്ലേ 6th ചിരിക്കരുത് ചെൽസി. ഫസ്റ്റ് സിറ്റി, കപ്പ് സിറ്റി കൊണ്ടു എല്ലാ തവണ സിറ്റിയാണ്. സെക്കൻഡ് ആഴ്സണല്, എന്നത്തെ സെയിം കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. 3rd യുണൈറ്റഡ്, 4th ആസ്റ്റൺ വില്ല, 5th 6th ഇപ്പൊ ആറിന് ഇടണം? ചെൽസിയും ലിവർപൂളും. ഞാൻ പറയണേ കപ്പടിക്കുന്നത് എസ് റോമ, സിറ്റി തന്നെ ഇരിക്കുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ പല ഫാക്ടേഴ്സ് അവസാനം അവർക്ക് അങ്ങനെയാണ് ഓരോ സീസൺ. കാരണം സീസൺ തുടങ്ങുന്ന സമയത്ത് സിറ്റി ഡൗൺ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും സിറ്റി ഇല്ല, കാര്യമില്ല എന്ന്. വഴി വെട്ടി കൊടുക്കുന്നത് ആർസണലാണ്. അവസാനം വരെ ആർസണലിന്റെ സ്വഭാവം, ആർസണൽ ടേബിൾ ടോപ്പ് ആയിട്ട് നിന്നിട്ട് അവസാനത്തിന് 5 മാച്ച് ബാലൻസ് ചെയ്യൂലേ, ഒരു ഡ്രോ ഒരു ലോസ്, സിറ്റി അപ്പ കയറും. സിറ്റി സ്റ്റാർട്ടിങ്ങിൽ ഈ പറഞ്ഞ പോലെ മറ്റേ തുഴയണ പോലെ തുഴഞ്ഞായിരിക്കും പോലെ ആർസണലിൽ മുകളിലെ പോലെ ഓടിപ്പോവും ചെയ്യും. പക്ഷെ ഫിനിഷിംഗ് ലൈൻ എത്തുന്ന സമയത്ത് സിറ്റി കയറി വരും. പക്ഷെ അത് ഇത്തവണ നടക്കൂല, ആർസണൽ എന്തായാലും കപ്പടിക്കും. ഞാൻ പറയുന്നത് കാണാം. ഞാൻ പോണ ചെൽസി. സെക്കൻഡ് അല്ല തേർഡ്? സെക്കൻഡ് ചെൽസി, ഫസ്റ്റ് സിറ്റി, സെക്കൻഡ് ചെൽസി, ഓക്കെ, തേർഡ് യുണൈറ്റഡ്, 4th ആർസണൽ. പിന്നെ 5th ബ്രൈറ്റൺ, ഓക്കെ, 6th ലിവർപൂൾ. ആസ്റ്റൺ വില്ല ഉണ്ട്, വെസ്റ്റ് ഹാം ഉണ്ട്, ലിവർപൂൾ ഉണ്ട്, ന്യൂകാസിൽ ഉണ്ട്, ലെസ്റ്റർ ഉണ്ട്, വോൾവ്സ് ഉണ്ട്, ടോട്ടൻഹാം ഉണ്ട്. ടോട്ടൻഹാം 6th, ലിവർപൂൾ അപ്പൊ ഇല്ല ലിസ്റ്റിൽ. 7th കോൺഫറൻസ് കളിക്കട്ടെ. ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്, ടോപ്പ് സ്കോറർ, ടീം ടു വാച്ച് ഔട്ട് ഫോർ. ടീം ടു വാച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റൺ തന്നെ. ബ്രൈറ്റൺ ആയിരിക്കും. ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് ടീമാണ്. നിന്റെ ടീം ടു വാച്ച് ഔട്ട് ഫോർ? ആസ്റ്റൺ വില്ല. ആസ്റ്റൺ വില്ല. വൂൾഹാംപ്ടൺ വണ്ടറേഴ്സ്. ഓക്കെ, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്റെ ടോപ്പ് സ്കോറർ ഹാലൻഡ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ഫോർഡർ. പാൾമർ. നിന്റെ ടോപ്പ് സ്കോററോ? ഹാലൻഡ് വരട്ടെ. ഡാർവിൻ നൂനസ്. അത് ഡിബ്രൂനയുടെ പരിക്കൊലിരിക്കും ഹാലൻഡിന്റെ ഗോളും ഇത്തവണ. പക്ഷെ കോമ്പറ്റീറ്റർ ഉണ്ടോ? സല ഔട്ട് ഓഫ് ഫോം ആണ്. കോമ്പറ്റീറ്റർ ആയിട്ട് വന്നത് ഒന്നെങ്കിൽ സൺ.
അല്ല, എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ടോട്ടൻഹാമിന്റെ ടോപ്പ് സ്കോറർ ഡൊമിനിക് സൊലാങ്ക ആയിരിക്കും. സൊലാങ്ക ആയിരിക്കും. പക്ഷെ സൺ എന്ന് പറയുന്ന ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കണം. അതെ, 100%. പിന്നെ ഉള്ളത് കഴിഞ്ഞ ഇയറിലെ പാമറ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഇയർ എന്ത് കാണിക്കും അറിയാൻ പാടില്ല. അൺപ്രഡിക്റ്റബിൾ ആണ്. അല്ല, ബെസ്റ്റ് പ്ലെയർ ആരായിരിക്കും? ഒരു ടോപ്പ് 3 ഹാളണ്ട് കാണും. എന്തായാലും കാണും. ബെസ്റ്റ് പ്ലെയർ ആരായിരിക്കും നിന്റെ ഇതില്? പ്രീമിയർ ലീഗില് ഓഡേഗാർഡ്. ഓക്കെ. ഇതിനിപ്പോ കോമൺ ആയിട്ട് വന്ന സംഭവം ഉണ്ടോ? അല്ല, എല്ലാരും യുണൈറ്റഡ് തേർഡ് ഫിനിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തേടട്ടെ. എക്സ്പെക്ടേഷൻ എല്ലാവരുടെ. റിയാലിറ്റി വരുന്നത് ഒരു 1 ഇയർ ആയിട്ടാണ് സീസൺ എൻഡ് ചെയ്യുമ്പോ. എനിവേസ്, അപ്പോ സിറ്റി ആർസണൽ കഴിഞ്ഞ സീസണിൽ തന്നെ പറഞ്ഞു. പക്ഷെ സിറ്റി ജയിച്ചു. കഴിഞ്ഞ സീസണിൽ ഞാൻ ലിവർപൂൾ പറഞ്ഞു, നീ സിറ്റി പറഞ്ഞു. ഞാൻ ഉണ്ടായിരുന്നില്ല. സോ പ്രീമിയർ ലീഗിനെ അധികം വലിച്ചുവാരി അതിന്റെ നീട്ടണ്ടല്ലോ. ഒരു ചെറിയ കൺക്ലൂഷനിലോട്ട് ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രീമിയർ ലീഗില് ഒരു 2 ടേബിൾ ഫൈറ്റ് ആയിരിക്കും. ആർസണൽ സിറ്റി ആ ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. പക്ഷേ ഒരു 3-4 ടീംസ് ഉണ്ട് വാച്ച് ഔട്ട് ചെയ്യേണ്ടത്. നീ പറഞ്ഞ പോലെ ബ്രൈറ്റൺ, വെസ്റ്റ് ഹാം, ആസ്റ്റൺ വില്ല, ഈ 3 ടീംസ് മിഡ് ടേബിൾ ഒരു 1 കോമ്പറ്റീഷൻ ആയിരിക്കും നടത്തുന്നത്. അവര് മിഡ് ടേബിളിൽ മാത്രമല്ല, ഇപ്പോ ടോപ്പ് 4 ആയിട്ടുള്ള കളിയിലായിരിക്കും. അപ്പോ എന്താ പറയാ, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ആ മാച്ചുകളിൽ. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഹാം, ആസ്റ്റൺ വില്ല, ബ്രൈറ്റൺ സൂക്ഷിക്കേണ്ട ടീംസ് ആണ്. പിന്നെ യുണൈറ്റഡ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട്. ചെൽസി എന്താവുന്ന ആർക്കും അറിഞ്ഞൂടാ. ടോട്ടൻഹാം ഈ പറഞ്ഞ പോലെ അൺപ്രഡിക്റ്റബിൾ ആണ്. ലിവർപൂള് നമുക്ക് സീസൺ തുടങ്ങുമ്പോൾ പറയാൻ പറ്റുള്ളൂ, കാരണം പുച്ഛിച്ച് കളയാൻ പറ്റൂല. കാരണം വെച്ചാൽ ഇനിയിപ്പോ എനിക്ക് നെക്സ്റ്റ് വീക്കോ അത്യാവശ്യം നല്ല സൈനിങ്സ് വരെയായിരിക്കും, പ്രതീക്ഷിക്കാം. കാരണം ഒരു സൈനിങ് കൂടി നടത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലബിനെ ഭയങ്കര യൂത്തിൽ നിന്ന് കൊണ്ടുവരികയും ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. പ്രീമിയർ ലീഗ് കഴിഞ്ഞില്ലേ? സോ ദാറ്റ്സ് അവർ കൺക്ലൂഷൻ ഫോർ പ്രീമിയർ ലീഗ്. ഇനി അടുത്ത ലീഗിലോട്ട് വരാം. സംഭവം ശരിയായാണ്, കുറച്ചും കൂടി സെറ്റപ്പ് ലീഗ് എന്നും പുള്ളി പറഞ്ഞെങ്കിലും നമുക്ക് ലാ ലീഗ് പറയാം. ഇതെന്ത് സംഭവം? 5ാം നമ്പറിന് ഇതും ലീഗിലേക്ക് 2 യൂറോപ്പ് മെജോറിറ്റിയുടെ ബേസിസിലാണ് ഇപ്പൊ ലാ ലീഗ് പോണത്. എന്തിന്റെ മെജോറിറ്റിയുടെ ബേസിസിലാണ് ലാലിഗയുടെ വന്നത്. അപ്പൊ ലാലിഗയുടെ ഇപ്പൊ എനിക്ക് പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയാം റയൽ കപ്പടിക്കുള്ളൂ. കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ഉണ്ട്. ഒരു ടീമുണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡ്. മറ്റേ ബാർസിലോണ, അത്ലറ്റിക്കോ മാഡ്രിഡ്. ഹാൻസി ഫ്ലിക്ക് വന്ന് കളി മാറി. അതെ, ഫസ്റ്റ് കളി 12 കൊല്ലമായിട്ട് 3-0 ബാഴ്സ മൊട്ടയിട്ട് പോയിട്ടുണ്ട്. ലൈൻ കട്ട് അല്ല, ലീഗ് വന്നല്ലോ. അപ്പൊ പറയാം, നമ്മുടെ മെയിൻ ലാമാസിയ പ്ലെയറായ സെർജിയോ റോബർട്ടോ ഇത്തവണ സീസൺ വിട്ട് പോവാണ്. രണ്ട് മൊമെന്റ് സാധനം മതി. ശരിക്കും പറഞ്ഞോണ്ടിരുന്നത് ശരിക്കും പറഞ്ഞ ബായി നടന്നു. ബായിയാ? അങ്ങനെ അതെല്ലാ പൊസിഷനിലും കളിക്കുമായിരുന്നു. അല്ല, ആള് റിട്ടയർ അല്ല, ലീവ് ചെയ്യണ ടീം. ഒന്നല്ലായിരുന്നു സെയിം മൊമെന്റ് 2016 PSG മെയിൻ സാധനം. അത് ലോകത്ത് ആരും മറക്കാൻ പോണില്ല. 2 ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല, എൽ ക്ലാസിക്കോയില് മെസ്സി അടിച്ച ഗോളില്ലേ, അതാ റൈറ്റ് വിങ്ങിന്ന് കൊണ്ടുവന്നത്. പിന്നെ 2 പേര് ഡ്രിബിൾ ചെയ്തിട്ട് അത് അറ്റം മുതല് സെന്റർ കഴിഞ്ഞു വരെ വന്ന് അത് അടിപൊളി റണ്ണായിരുന്നു. ഞാൻ പറയുന്നത് എന്റെ 2 മൊമെന്റ് അതാണ്. സെർജിയോ റോബർട്ടോ എനിക്ക് നാച്ചോനെ പറയാം. റയലിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു നാച്ചോ. ഈ പറഞ്ഞ പോലെ പട്ടിപ്പണിയായിരുന്നു. CB കളിക്കാം, RB കളിക്കാം, LB കളിക്കാം. വേറൊരു ടീമിലും അത്രയും കൊല്ലത്തോളം ബെഞ്ചിൽ ടൈം പോലും കിട്ടാണ്ടും ബെഞ്ചിൽ ഇരുന്നിട്ടുണ്ട് നാച്ചോ. പോയി ഇവൻ പറഞ്ഞ അത്ര എപ്പിക് മൂമെന്റ്സ് ഒരെണ്ണുണ്ട്. ഏതൊരു ചെറിയ ക്ലബായിട്ട് റെഫറി വിസിലടിച്ച് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. എല്ലാവരും ഫ്രീ കേടിയാ നിൽക്കണായിരുന്നു. സോ അപ്പൊ അത് വിടാം, നമുക്ക് സൈനിങ്സ് പറയാം. ലാലിഗ സൈനിങ്സ് അപ്പൊ പറയേണ്ടത് മെയിനായിട്ട് ഓൾറെഡി ചെയ്തു കഴിഞ്ഞത് എംബാപ്പയാണ്. അല്ല, അത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ കാത്തിരിപ്പിന്റെ വിരാമം. ഒരു വർഷങ്ങളോളം ഞങ്ങൾ മാഡ്രിഡ് ആരാധകരുടെ ഒരു കാത്തിരിപ്പിന് കിട്ടി ഞങ്ങൾക്ക് മുത്താണിക്കാം. എംബാപ്പെ വലിച്ചു നീട്ടണ്ട. അതെ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തേക്കുന്നത് അൽവാരസ് ആണ്, ഹുലിയൻ ആൽവാരസ്. പിന്നെ അത്ലറ്റിക്കോ ഈ സീസണില് എന്താ പറയാ 2 കൽപ്പിച്ചാണ്. ആൽവാരസ്, കാലഗർ അങ്ങനെ നിക്കണ്. ഗ്രീസ്മാൻ ഉണ്ട്,
ഹെരേര ഉണ്ട്, കോക്കെ ഉണ്ട്. ഡിഫൻസ് ആണെങ്കിലും പിന്നെ ഡിഫൻസ് അത്ലറ്റിക് കൂടെ പറയണ്ട. പാത്ത് ബസ് ആണെങ്കിലും ഇപ്പൊ നല്ല സോളിഡ് ആണ്. സോ അത്ലറ്റിക്കോ ഇത്തവണ എന്തായാലും ബാഴ്സ റയലായിരിക്കൂല. ഇറ്റ് വിൽ ബി എ മാഡ്രിഡ് ഡെർബി. നിനക്ക് ഉത്തരവുണ്ടോ? ഒബ്ജക്ഷൻ ഉണ്ടോ? ഇല്ല, കളി പുതിയ കോച്ചാണ്, പിന്നെ കണ്ടറിയാം. അല്ല കണ്ടറിഞ്ഞ് 3-0 12 കപ്പ്. 12 കൊല്ലം കപ്പ് അടിച്ചു. ഡാനിയോൽമോ പറഞ്ഞില്ല. അല്ല ഞാൻ അത് പറഞ്ഞപ്പോഴാ ഞാനൊരു ട്രോൾ കണ്ടതാണ്. എംബാപ്പേനെ കുറിച്ച് ബാഴ്സക്ക് പേടിക്കേണ്ട കാര്യമില്ല, കാരണം മിഡ്ഫീൽഡിൽ പെഡ്രി, ഗാബി, ഡാനിയോൽമോ ബോൾ കൊടുക്കണ്ടെന്ന്. നീക്കോ വില്യംസിനെ സൈൻ ചെയ്യണ്ടെന്നുള്ളൊരു പിന്നെ ആദ്യം ഇല്ലെന്ന് പറഞ്ഞു, പിന്നെ രണ്ടാമതും സ്കിപ്പ് എല്ലാം സ്കിപ്പ് ചെയ്യാം. അടുത്ത പ്രഡിക്ഷൻ പറ. ഞാൻ ആദ്യമായിട്ടൊരു ക്ലബ് ബർഗറോട് ഡെലിവറി സ്വിഗ്ഗി എന്തൊക്കെ ടൈപ്പ് ബർഗറുകളാ? ഈ വീഡിയോ ഞാൻ തല താഴ്ത്തിയിരിക്കുകയാണ്, നിങ്ങളോട് ഇതിന് റിപ്പോർട്ട് ചെയ്യാം, തിരിച്ചു കൊടുക്കുക. തലാശിക്ക് പൊക്കും സീസൺ കഴിഞ്ഞ ബാഴ്സ ഒന്നും കൂടി ഡൗൺ ആയിട്ടിരിക്കുമ്പോ. ബാഴ്സ മാറി അർജന്റീന കാണിച്ചു തരാം. വലിച്ചിട്ടുണ്ട്. അപ്പോ സൈനിങ്സ് ആണെങ്കിലും ട്രാൻസ്ഫർ ആണെങ്കിലും ബാഴ്സലോണ പല ഡാനിയലും നടത്തിയ ഒരു മേജർ സൈനിങ്ങൾ റയൽ, എംബാപ്പെ, അത്ലറ്റിക്കോ ആണെങ്കിൽ ഹാൽവറസ്, സോൾറോത്ത്, ഇതാണ് മെയിൻ സൈനിങ്സ്. ഗാലഗർ പോസ്റ്റിൽ നിൽക്കണേണ്. സോ ടോപ്പ് 4 പറയാം. ടോപ്പ് 4 പറയാം. പിന്നെ പറയുന്നത് ജിറോണയാണ്. ജിറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അത്രയും പിടിച്ചിരിക്കാൻ. പക്ഷേ അലക്സ് ഗാർസിയ പോയി, സെവിയോ പോയി, ഡുബിക്ക് പോയി, മെയിൻ പ്ലേയേഴ്സ് എല്ലാവരും പോയി ജിറോണന്ന്. എല്ലാരും പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് എത്ര പിടിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ റിയൽ സോസിയാദ് വല്ലതും ക്ലബ് അത്യാവശ്യം നീക്കോ വില്യംസിന്റെ അല്ല റിയൽ സോസിയാദ് നല്ല കളിയായിരുന്നു കഴിഞ്ഞ സീസൺ. എനിവേസ് ക്ലബ് പ്രഡിക്ഷൻസ് ടോപ്പ് 4. First Real Madrid as usual. Of course. 2 Second Atletico Madrid. Okay. Vinicius. പറയുന്നു. Third Barcelona. Okay. Catalonia. Fourth വരെയാണെങ്കിൽ Athletic Club. മോനു എല്ലാരും നിന്റെ ഒരു പ്രവചനത്തിന് വേണ്ടി കാത്തിരിക്കണം. എല്ലാവർക്കും അറിയാം നീ ആരാ പറയൂന്ന്, പക്ഷെ നടക്കാൻ പോണില്ല എന്നറിയാം. പറയട്ടെ. ഫസ്റ്റ് ബാഴ്സ, സെക്കൻഡ് റയല്, തേർഡ് അത്ലറ്റിക് മാഡ്രിഡ്, ഫോർത്ത് സെവിയ ലി ജിറോണ. ഇതുവരെ ലാലിഗയിൽ നടക്കാത്ത 100 പോയിന്റ് 2 തവണ എന്തോ ക്ലബ്ബുകൾ അടിച്ചിട്ടുള്ള റയലും ബാഴ്സയും. പക്ഷെ ലാലിഗ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റോടുകൂടി കപ്പടിക്കുന്ന ക്ലബ്ബായിട്ട് ഈ സീസണിൽ റയൽ മാറും. ആഞ്ചലോട്ടി അൺബീറ്റൻ ആണെന്ന് ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ പോയിന്റ് 100 പോയിന്റ് കടന്ന് റയൽ കപ്പടിക്കും ഈ സീസൺ. റയൽ 1, അത്ലറ്റിക്കോ 2, തേർഡ് അത്ലറ്റിക് ക്ലബ്ബ്, ഫോർത്ത് ബാഴ്സലോണ. നിന്റെ പ്രൊഡിക്ഷൻ പറയാം. ഓക്കെ, ഞാൻ പറയുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ഒബിയസ്ലി, അത്ലറ്റിക്കോ മാഡ്രിഡ്, ബാർസലോണ, ജിറോണ. ഓക്കെ, ആദ്യമായിട്ടായിരിക്കും ടോപ്പ് 2 ബാഴ്സ അല്ലാണ്ട് 3 പേര് പറയുന്നത്. ഇവിടെ ചോദിച്ചാൽ മണ്ണിന് മുകളിൽ വേറെ എന്തെങ്കിലും പൊസിഷൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ ബാർസലോണ. ബെസ്റ്റ് പ്ലെയർ, ടോപ്പ് സ്കോറർ പറഞ്ഞു പോവാം. എന്റെ ഇതില് ബെസ്റ്റ് പ്ലെയർ എംബാപ്പെ ആയിരിക്കും, ടോപ്പ് സ്കോറർ എംബാപ്പെ ആയിരിക്കും. ഇത്തവണ എംബാപ്പയും യമാലും ക്ലാഷ് വരും. ഒന്ന് പോടാ, പിന്നെ നിനക്ക് നാണൂല്ലേ കമ്പയർ ചെയ്യാനായിട്ട് യമാലിനെയും എംബാപ്പേനെയും? എന്താടാ അവർക്ക് ആവാം, കാരണം വെച്ചാൽ അൻസു ഫാത്തിയും കമ്പയർ ചെയ്ത പോരാ. അല്ല, അതാണ് നീ ആലോചിച്ച് നോക്കി. ഇവിടെ അൻസു ഫാത്തി, ലമിൻ യമാൽ, അപ്പുറത്ത് വിനിഷ്യസ്, എംബാപ്പെ. കമ്പയറബിൾ ആണ് ഇത് രണ്ടും. ഒരു എൽ ക്ലാസിക് വഴിയിട്ട് എന്നിട്ട് നിങ്ങൾ ഉത്തരം തരാം. അതിനുവേണ്ടി ഞാനും കാത്തിരിക്കണം. ഒരു എൽ ക്ലാസിക് വഴി. അപ്പൊ ഇന്നത്തെ റീല് കട്ട് ചെയ്ത് ഞാൻ അതിലിടും, എന്നിട്ടൊക്കെ നിന്നെ ഞാൻ എനിവേസ് ബെസ്റ്റ് പ്ലെയർ, ടോപ്പ് സ്കോറർ ആരായിരിക്കും? ബെസ്റ്റ് പ്ലെയർ ഗ്രീസ്മാൻ, ടോപ്പ് സ്കോർ എംബാപ്പെ. ടോപ്പ് സ്കോർ എംബാപ്പെ ആയിരിക്കും. ബെസ്റ്റ് പ്ലെയർ യമാല് പോരട്ടെ. ഇല്ല, ടീമിനെ സപ്പോർട്ട് വേണ്ടി പൈസക്ക് വേണ്ടി ഡാനിയോൽമോ. ഞാനും ഡാനിയോൽമോണേക്കുള്ളൂ. വിനീഷ്യസ് പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടെന്ന് വെച്ച്. പിന്നെ ടോപ്പ് സ്കോറർ എംബാപ്പെ. അപ്പൊ എല്ലാവരും എംബാപ്പെ എന്ന് പറഞ്ഞു. സോ ഒറ്റടിക്കിനി എന്താ പറയാ, സോറി ഒന്നും തോന്നുന്നില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. ശരിയായ ടോപ്പ് 4 പ്രൊഡിക്ഷൻസ്. ടോപ്പ് 4 കപ്പ് ഓൾറെഡി എസ് റോമി പ്രാവശ്യം അടിക്കും.
രണ്ടും കളിപ്പിച്ച് ഞങ്ങൾ ഇറങ്ങി. ഓക്കെ. സെക്കൻഡ് ആദ്യം നീ അവനടുത്ത് പറ സീരിയയില് കളിക്കുന്നതാണ് എസ് റോം എന്ന് പറഞ്ഞു കൊടുക്ക്. ഡാനിയൽ ഡിറോസിയാണ് കോച്ച്. ഡിബാല കളിക്കുന്ന ടീം കപ്പടിച്ചു കൊടുത്ത ടീമായിരുന്നു എസ് റോം. ചിലപ്പോ അത് പറഞ്ഞ് മനസ്സിലാവും. അവർക്കറിയാം ഓൾറെഡി ബാർസലോണ അടിച്ചപ്പോ ഓൾറെഡി ഇതിന് പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മ ക്രിസ്ത്യാനോ പഞ്ഞിക്കിട്ട ടീം റയലിന് ഇറങ്ങിയിട്ട് വേറെ ടീമിൽ കളിച്ചാലും പഞ്ഞിക്കിടാൻ പോലുള്ള യുവനസിനായിട്ട് നമ്മളും പഞ്ഞിക്കിട്ടുണ്ട്. യുവന്റസിനെ പഞ്ഞിക്കിട്ട് 10 കൊല്ലം കപ്പടിച്ച യുവന്റസിനെ 11ാമത്തെ കൊല്ലം റൊണാൾഡോ വന്ന് കപ്പ് കളഞ്ഞു. മൂന്ന് ശരിയായി അടിച്ചു ക്രിസ്ത്യാനോ. അതാ പറഞ്ഞ 10 കഴിഞ്ഞപ്പോ അടുത്ത് തോപ്പിച്ചു കൊടുത്ത്. ഞാൻ നേരത്തെ പറയാ ഞാൻ ഒരു ജസ്റ്റ് ഒരു കോമഡിക്ക് പറഞ്ഞതാ. കപ്പ് ഉണ്ടോണ്ടെങ്കിൽ വിശ്വാസമുണ്ട്. കാരണം എവിടെയോ കിടന്ന കഗ്ലേറിനാണ് ഇവിടം വരെ എത്തിച്ചത്. അതിപ്പോ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഫ്രാങ്ക് ലംപാർഡ് എവിടെയോ കിടന്ന ടീമിനെ അല്ലേ ഇവിടം വരെ എത്തിച്ചത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ക്ലബ് ബിഗിലോട്ട് പോകുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഉള്ള സെക്കൻഡ് എസ് റോമ, തേർഡ് ഇന്റർ തേർഡ്. ഓക്കെ. ഫോർത്ത് മിലാൻ. വിച്ച് മിലാൻ? AC മിലാൻ. AC മിലാൻ. ഓക്കെ. ആശിക്കോറ? ഒന്ന് ദൈവം കളിച്ച ടീം AC മിലാൻ. AC മിലാനാ. ഇന്ററിലും കളിച്ചിട്ട് പക്ഷെ AC മിലാൻ. സെക്കൻഡ് ഇന്റർ, തേർഡ് അറ്റ്ലാന്റ, ഫോർത്ത് യുവന്റസ്. ഫസ്റ്റ് സിരിയ സീസൺ എടുത്തോ എപ്പോഴും ഇല്ല. സിരിയ സീസൺ എടുത്തു കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയ ഒരു ടീം ഈ സീസണിലുള്ളൂ. AC മിലാന്റെ പുതിയ കോച്ച, AS റോമ ടീമില്ല, നെപ്പോളി പുതിയ കോച്ച, യുവന്റസ് പുതിയ കോച്ച, പുതിയ ടീമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഒരേ ബാലൻസ് പോണ ടീമേ ഉള്ളൂ ഇന്റർ മിലാൻ. ഡൗട്ടില്ല കപ്പ് ഇന്റർ മിലാൻ ബുക്കും. സെക്കൻഡ് നെപ്പോളി അടിക്കും. ആന്റോണിയോ കോണെ വന്നിട്ടും ഡിഫറൻസ് വരുത്തും ഉറപ്പാണ്. തേർഡ് AC മിലാൻ, ഫോർത്ത് യുവന്റസ്. AS റോമ പിക്ചറിലല്ല, സോറി പറഞ്ഞോ. ഇന്റർ മിലാൻ, നേപ്പിളി, യുവന്റസ്, ലാസിയോ. ഉണ്ടായിരുന്നില്ല അതിന്റെ അകത്ത്. ബെസ്റ്റ് പ്ലെയർ ടോപ്പ് സ്കോറർ. ബെസ്റ്റ് പ്ലെയർ ഡിബാല പറയാൻ പറ്റില്ല. എന്ത് ടൈം എടുക്കേണ്ട വേഗം പറയടൂ. ബെസ്റ്റ് പ്ലെയർ ആണെങ്കിൽ ഞാൻ ഈ പ്രാവശ്യം ഡോബ്വിക്. ടോപ്പ് സ്കോറർ ഡോബ്വിക്. നീ പറഞ്ഞോ. ഇബ്രാഹിമോവിച്ച്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടോട്ടിനെ പറയണം. റഫേലിയോ. ബെസ്റ്റ് പ്ലെയർ. ടോപ്പ് സ്കോറർ അവൻ തന്നെ ഇരിക്കട്ടെ. ടോപ്പ് സ്കോറർ ലൗട്ടോറോ മാർട്ടീനസ്. ബെസ്റ്റ് പ്ലെയർ പറഞ്ഞതുപോലെ ലൗട്ടോറോ മാർട്ടീനസ്. ലൗതാരോ മാർട്ടീനസ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ടോപ്പ് സ്കോറർ ലൗതാരോ മാർട്ടീനസ് ആയിരുന്നല്ലേ. ലൗതാരോ മാർട്ടീനസ് തന്നെ ടോപ്പ് സ്കോറർ. പിന്നെ ബെസ്റ്റ് പ്ലെയർ ഒസിമെ ക്ലബ് വിടാൻ നിൽക്കണേണ്. നെപ്പോളി തന്നെ എല്ലാവരും മറന്നുപോയ ഒരു സാധനം ഉണ്ട്. പക്ഷേ അതൊരു സീസൺ വണ്ടർ പോലെ എനിക്ക് തോന്നുന്നു. അവന്റെ പേര് സീസൺ വണ്ടർ അല്ല, ക്വാളിറ്റി പ്ലെയറാ. അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. യൂറോയിൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. എനിവേസ് അപ്പോൾ സിരിയായും കഴിഞ്ഞില്ലേ. പിന്നുള്ള ബുണ്ടസ് ലീഗാണ്. ബയേണും ബയർ ലെവർകൂസനും കളി വരും. ബയർ ലെവർകൂസൻ കപ്പടിക്കും. സാബിലൻസ് ഒന്നും കൂടി ചരിത്രം തെളിയിക്കും. ഡോട്ട്മണ്ട് തേർഡ് സെക്കൻഡ് വരുള്ളൂ. എനിക്ക് അങ്ങനെ തോന്നണം. മ്യൂണിക്കിന് നോക്കണ്ട, വിൻസെന്റ് കമ്പനിനെ കോച്ചാക്കിക്കുന്നത് വട്ടത്തി മുഞ്ചു. ബയർ മ്യൂണിക്ക് ഉറപ്പാണ്. ഒരു കപ്പ് കിട്ടിയല്ലേ അത് നോക്കണ്ട. അതിന്റെ പേരല്ല ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ആഴ്ച സീസൺ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഒരു ഐഡിയ കിട്ടുമല്ലോ. അടുത്ത ആഴ്ച വരണം, ഞങ്ങൾ കാത്തിരിക്കും, ഞങ്ങൾ കൊതിക്കും. ഇത് സീസൺ കഴിഞ്ഞിട്ട് വരണം, പകുതിക്കും വരണം. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ആശ്രയിക്കുന്നു. വെറുതെ വലിച്ചു വന്നിട്ടുണ്ട. കപ്പ് ബാഴ്സക്ക്, പിന്നെ സിറ്റിക്കുള്ള ആഴ്സണല്, റയല്, ഇന്റർ മിലാൻ, പിന്നെ ഒന്നുമില്ലല്ലോ ലെവർകൂസൻ. ആര് കളിച്ചാലും ഇബ്രാഹിമോവിച്ച് ടോപ്പ് സ്കോറർ.